അധികാരമോഹികൾ എല്ലാ പാർട്ടികളിലുമുണ്ട്. CPM-ലേതുപോലെ അല്ലെങ്കിലും കോൺഗ്രസിലുമുണ്ട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും അക്കൂട്ടം. എല്ലാവർക്കും മേയറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആകാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്, ആരെയൊക്കെ പിടിച്ച് മേയറും പ്രസിഡന്റും ഒക്കെ ആക്കണമെന്ന്. ഇത്തവണ അതനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതും സംസ്ഥാന നേതൃത്വം കർശനമായ നിലപാടെടുക്കുകയും ചെയ്തു. അതാണ് കൊച്ചി മേയറുടെ കാര്യത്തിൽ സംഭവിച്ചത്. തൻ്റെ തെറ്റിദ്ധരിച്ചറിഞ്ഞ ദീപ്തി മേരി വർഗീസ് തനിക്ക് പരാതിയോ പരിഭവമോ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ടിനി ടോമും മാത്യു കോഴിനാട് MLA-യും ഒക്കെ ദീപ്തിയെ കൈ അയച്ച് പിന്തുണച്ച് രംഗത്ത് വന്നെങ്കിൽ അതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുമുണ്ട്. അതാകണം പാർട്ടി പ്രവർത്തകർ മാതൃകയാക്കേണ്ടത്. ഇവിടെ കൊച്ചി മോഡലിൽ തൃശ്ശൂരിലും മേയർ പദവി കിട്ടാത്ത കൗൺസിലർ ഇപ്പോഴിതാ ആരോപണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് DCC വിശദീകരണമായി ചോദിച്ചിരിക്കുന്നത്. 4 തവണയായി ലാലി ജെയിംസ് കൗൺസിലറായത് എങ്ങനെയെന്ന് അവർ തന്നെ വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ DCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അവരെങ്ങനെ 4 തവണ കൗൺസിലറായി? തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച മുതിർന്ന നേതാവ് ലാലി ജെയിംസിന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത്തിരി കടുകട്ടിയാണ്. പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റുവെന്നും പണമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ബോധപൂർവ്വം തഴഞ്ഞുവെന്നുമായിരുന്നു ലാലിയുടെ ആരോപണം. നിയുക്ത മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഭർത്താവും പണമടങ്ങിയ പെട്ടിയുമായാണ് AICC നേതാക്കളെ പോയി കണ്ടതെന്നാണ് ലാലി ജെയിംസ് ആരോപിച്ചത്. അർഹതപ്പെട്ട മേയർ പദവി വെറും 2 ദിവസം മുമ്പാണ് വിറ്റതെന്നും ഒരു വിധവയായി തന്നെ പണമില്ലെന്ന കാരണത്താൽ അവഗണിച്ചുവെന്നുവരെ അവർ പറഞ്ഞു വെച്ചു. ഓർക്കണം, ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. അധികാരം കിട്ടില്ല എന്നുറപ്പായപ്പോൾ വായിത്തൊന്ന് എന്ന് വിളിച്ചു പറയാമെന്നായി. അതേസമയം പണം വാങ്ങി മേയർ പദവി വിറ്റുവെന്ന ലാലി ജെയിംസിന്റെ ആരോപണം തള്ളിയ തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ലാലി ജെയിംസിന് ഇതിനു മുമ്പ് നൽകിയ അവസരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. 4 തവണയാണ് ലാലി ജെയിംസിനെ കോൺഗ്രസ് കൗൺസിലറാക്കിയത്. ആ 4 തവണയും അവർ ആർക്കാണ് കൗൺസിലറാകാൻ പണം നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തരം വേണം. പാവപ്പെട്ടവരായതുകൊണ്ടാണ് തന്നെ തടഞ്ഞതെന്ന ലാലിയുടെ വാദം തെറ്റാണെന്നും അവർ പാവപ്പെട്ട വ്യക്തിയായതുകൊണ്ടാകാം പാർട്ടി അവരെ 4 തവണ മത്സരിപ്പിച്ച് കൗൺസിലറാക്കിയതെന്നും അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയുന്നു. KPCCയുടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേയർ സ്ഥാനത്തെ തീരുമാനിച്ചത്. പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനവും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ കൗൺസിലർമാരുടെയും ഒക്കെ അഭിപ്രായം വാങ്ങിയ ശേഷമാണ് ഈ പുതിയ മേയറെ തീരുമാനിച്ചത്. അതേസമയം ഭൂരിഭാഗം കോൺഗ്രസ് കൗൺസിലർമാരും തൻ്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നും എന്നിട്ടും തൻ്റെ പേര് ഒഴിവാക്കിയെന്നുമൊക്കെ ലാലി ജെയിംസ് അവകാശപ്പെടുന്നുണ്ട്. 1 വർഷമെങ്കിലും തനിക്ക് മേയറാകാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്രേ. അങ്ങനെ ഏതെങ്കിലും ഒരു കൗൺസിലർ വന്നിട്ട് 1 വർഷമെങ്കിലും തന്നെ മേയറാക്കണമെന്ന് പറഞ്ഞാൽ അത് KPCC മാനദണ്ഡങ്ങളുമായി ഒത്തുചേരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്. അങ്ങനെ ലാലി എന്നൊരു കൗൺസിലർ തന്നെ 1 വർഷമെങ്കിലും മേയറാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വ്യക്തം. അത് മനസ്സിലാക്കി തന്നെയാണ് DCC നിജി ജസ്റ്റിനെ അർഹതപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കാനായിട്ട് അംഗീകാരം കൊടുത്തത്. മേയർ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി താൻ ഡോക്ടർ എന്ന നിലവിലെ തൻ്റെ പ്രാക്ടീസ് വരെ ഉപേക്ഷിക്കുകയാണ് തൽക്കാലത്തേക്കെന്നാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത്. അതൊരു ത്യാഗം തന്നെയാണ്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ പുത്തരിയാണ്. അതും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു തർക്കവുമില്ലാതെ മേയറിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിനെതിരെ കൊച്ചി മോഡലിൽ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്ന കൗൺസിലർ ഇനി അവർക്കെതിരെ വിശദീകരണമാണ് പാർട്ടി ചോദിക്കുക.